ഇന്ന് നമുക്ക് ഓമക്കായ വെച്ചിട്ട് നല്ലൊരു കിടിലൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാത്തവരും കൂടി ചോദിച്ച് വാങ്ങി കഴിക്കും. കുട്ടികളടക്കം കഴിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് ടിപ്സുകൾ പറയുന്നുണ്ട്. നമ്മൾ നേരം വൈകി എണീറ്റാലോ അല്ലെങ്കിൽ ഗ്യാസ് ഇപ്പോൾ ഒരുപാട് വിലയല്ലേ, അപ്പോൾ ഗ്യാസ് ലാഭിക്കാൻ പറ്റുന്നതൊക്കെ ആയിട്ടുള്ള കുറേ ടിപ്സുകൾ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനിതാ ഞാൻ പപ്പായ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പപ്പായ ഒന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിൽ പോയപ്പോൾ താത്ത തന്നതാണ്. അപ്പോൾ ഒരുപാട് മൂത്ത പപ്പായ എടുക്കരുത് നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ. ഇതുപോലെ ഒരുപാട് മൂക്കാത്ത ഇളം പപ്പായ നോക്കിയെടുക്കുക. ഇളമല്ല, നല്ല ഇളമല്ല, നല്ല മൂത്തതും അല്ലാണ്ട് രണ്ടും പോലത്തെ ഒരു സൈസ് ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ എടുക്കുക. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാനത് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ എനിക്കൊരു പൊട്ടും കൂടി തോല് കാണണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി കടലയും പരിപ്പും ഓമക്കായും ഒക്കെ ഒപ്പം വേവിച്ചെടുക്കണം. ഇത് എനിക്ക് കടല ചപ്പാത്തിക്ക് വേണ്ട കറിയാണ് കേട്ടോ. കടലക്കറിയാണെന്ന് ചപ്പാത്തിയാണ് രാവിലെ. അപ്പം 7 മണിയാകുമ്പോഴേക്കും ഇതെല്ലാം ഇത് വെന്തും കിട്ടണം. അപ്പം ഞാൻ ഒരുപാട് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ വേവിക്കാണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ടിപ്പാണിത്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതുപോലെ ടിപ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക. പരിപ്പൊക്കെ ഞാൻ പരിപ്പും കടലയൊക്കെ രാത്രി തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരിപ്പ് വേവിക്കാൻ ഇടുമ്പോൾ തന്നെ ഞാൻ അതിൽ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഇടും. എൻ്റെ മക്കൾ ഇതൊക്കെ എടുത്ത് കളയുള്ളൂ. അപ്പോൾ ഞാൻ നല്ലപോലെ ഉരതി ഉടച്ചിട്ടുണ്ട്. പറഞ്ഞാൽ അവർക്ക് എടുത്ത് കളയാൻ കിട്ടില്ലല്ലോ, അപ്പോൾ കഴിക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പരിപ്പ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അത് അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതൊട്ടും തിളച്ച് തൂത്ത് മേലേക്ക് വരില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇത് ഒരു കുക്കർ തന്നെ ഉള്ളൂ, വേറെ 2 കുക്കറില്ല. കുക്കറുണ്ട് കേട്ടോ. കുക്കർ 4-5 കുക്കറുണ്ട്, വിസിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു കുക്കറേ ഉള്ളൂ. ഈ ഒരു കുക്കറിൽ വേണം ഇത് ഓരോന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം പാടെ ഒറ്റ പ്രാവശ്യമായിട്ട് വേവിച്ചെടുക്കും. അതിൻ്റെ ഇടയിൽ ഞാനിതാ പാത്രത്തിൽ നമ്മൾ കുതിർത്തി വെച്ച കടല വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഞാനിതാ പപ്പായയും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വേവിക്കേണ്ടോ ഒക്കെ എല്ലാം ഇതേപോലെ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എൻ്റെ കുക്കറിൻ്റെ മേലേക്ക് വിസിൽ വരുമ്പോൾ ഒപ്പം അതിൻ്റെ വെള്ളം വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതേപോലെ നിങ്ങൾ കുറച്ച് എണ്ണ കുക്കറിൻ്റെ മൂടിയിലും അതിൻ്റെ വാഷറിലൊക്കെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് വെയിറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലാണോ കടലയും പരിപ്പൊക്കെ വേകാൻ ആവശ്യമായിട്ടുള്ള വെച്ചാൽ അത് വിസിലടുപ്പിക്കുക. ഞാനിപ്പോൾ അത് 2 വിസിലടുപ്പിക്കുന്നുണ്ട്, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ തന്നെ എനിക്ക് വെന്ത് കിട്ടും കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത്. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിലും ഞാൻ കാണിച്ചു തരുന്ന ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് 2 വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഒരു പൊട്ട് പോലും നമ്മുടെ കുക്കറിൻ്റെ മീതക്ക് തിളച്ച് തൂത്ത് വരിക ഒന്നും ചെയ്തിട്ടില്ല. നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫുള്ള് എയർ പോയതിന് ശേഷം നമുക്കിത് തുറക്കാം. അപ്പോൾ അത് അതിൻ്റെ എയർ മുഴുവനും പോയിട്ടുണ്ട്. ഞാൻ അത് തുറന്നിട്ടുണ്ട്. നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. പപ്പായൊക്കെ നല്ല ഞാൻ പരിപ്പിലിടാണ്ടിരുന്നത് ഒരുപാട് വെന്തളിയുള്ളൂ പണ്ട്. ഇങ്ങനെ പാത്രത്തിൽ വെക്കുമ്പോൾ ഒരുപാട് വെന്തളിഞ്ഞ് പോയില്ല. ഇനി ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം നല്ല ചൂടുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, അതാ കടലയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. എൻ്റെ അമ്മ ചോറിലിട്ടിട്ടാണ് കേട്ടോ ഓരോന്നും ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പം ഞാൻ അതേ ഓർമ്മയിൽ ഞാൻ കുക്കറിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. കുക്കറിൽ ഇപ്പോൾ ഇങ്ങനെ ഒന്നിച്ചിട്ടിടാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഓരോന്നിങ്ങനെ പാത്രത്തിലിട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയി വന്നു. അപ്പം ഞാൻ പിന്നെ എപ്പോഴും തിരക്കുള്ള സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ നമുക്ക് പയർ വർഗ്ഗങ്ങളോ ഉപ്പേരികളോ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വെക്കാനുള്ള സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് വേവിക്കൽ കുക്കറിൽ. 1 വിസിലോ 2 വിസിലോ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാ സാധനവും വെന്ത് കിട്ടും. അപ്പോൾ അത് എല്ലാതും വെന്തിട്ടുണ്ട്. കുക്കറിൻ്റെ മൂടിയിലേക്ക് ഒരു പൊട്ട് പോലും തിളച്ച് വരികയോ പതഞ്ഞ് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയണില്ല. ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടോ. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഒരു ഒരു മിനിറ്റും കൊണ്ട് നമുക്കത് ആ പരിപ്പും പയറും കടലയും ഒക്കെ വെന്ത് കിട്ടി. ഇനി പരിപ്പ് നല്ലപോലെ പരിപ്പ് മത്തേ അല്ലെങ്കിൽ അതാ ഒരു ചിരട്ടക്കയിലൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ചട്ടിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വരതരുത് കേട്ടോ. സൈഡിൽ വെച്ചിട്ട് വരഞ്ഞിട്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെന്ത പപ്പായാണല്ലോ, പരിപ്പും വെന്തത് തന്നെയാണ്, പപ്പായയും വെന്തത് തന്നെയാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. മറ്റേ അടുപ്പിൽ പിന്നെ കടല മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരടുപ്പിലേക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ ഈ തിരക്കിട്ട സമയത്ത് അതും ഇതും ഒക്കെ പാടെ ഇങ്ങനെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കടലിൻ്റെ മസാല ഉണ്ടാക്കണത് കാണിക്കണില്ല. പിന്നെ അതിലേക്ക് പപ്പായ ഇട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരൊറ്റ തിളച്ച് വരട്ടെ. പപ്പായൻ്റെ എന്താ പറയുക, കടല മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് തേങ്ങ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ. തേങ്ങ ഒന്നും അരക്കാണ്ട് നല്ല കിടിലൻ മസാലക്കറിയാണ്, ചപ്പാത്തിക്കുള്ള കറിയാണിത്. പിന്നെ ഒരു മിക്സി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളക്കണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ പൂണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിരകാനുള്ള ബുദ്ധിമുട്ടാണ്, ഇതൊന്നും ചിരകാനൊന്നും പറ്റില്ല. അപ്പോൾ എന്നിട്ട് കുറച്ച് തേങ്ങ പൂണ്ടിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അതപ്പോൾ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ അതാ നമ്മൾ ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചുടുവെള്ളം ഒഴിക്കുക കേട്ടോ. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള കറിയൊന്നുമില്ല. മുമ്പൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോഴൊന്നും ഇപ്പോൾ കർമ്മൂസൊന്നും അങ്ങനെ കിട്ടാനില്ലല്ലോ. പിന്നെ ഇപ്പോൾ അതാ തേങ്ങ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇനി തിളപ്പിക്കണ്ട. ഞാനത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഞാനിന്ന് കാണിച്ച ടിപ്സുകളും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മൾ താളിപ്പ് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് മൂടി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അടിപൊളി കറിയാണ്. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. കാണുമ്പോൾ തന്നെ അറിയില്ല കിട്ടില്ല കറിയുണ്ട്, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.